ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. എന്തുകൊണ്ടാണ് ചില പ്രവചനങ്ങൾ ഫലിക്കുന്നില്ല? ചിലപ്പോഴൊക്കെ ജ്യോതിഷ പ്രവചനങ്ങൾ ഫലിക്കാതെ വരാറുണ്ട്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഇവിടെ സൂചിപ്പിക്കാം. ജ്യോതിശാസ്ത്രമനുസരിച്ച് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ നിന്നും അയാളുടെ ജീവിതത്തെക്കുറിച്ചറിയാൻ അനവധി പ്രായോഗിക പദ്ധതികളുണ്ട്. കൃത്യമായ ജനന സമയം, വിവിധ നിയമങ്ങൾ, അവയിൽ ചിലതിനുള്ള അപവാദങ്ങൾ, എക്സ്പ്രഷൻസ്, ഇവയൊക്കെ സൂക്ഷ്മമായും സമഗ്രമായും ഉൾക്കൊണ്ട് വേണം ഒരു ജ്യോത്സ്യൻ ഒരു നിഗമനത്തിലെത്തേണ്ടത്. അതായത് ഹോരാശാസ്ത്രങ്ങൾ വ്യക്തമായി പഠിച്ചിട്ടുള്ള ആളായിരിക്കണം ജ്യോത്സ്യൻ. അനേക ഹോരാതന്ത്രജ്ഞ പഞ്ചസിദ്ധാന്ത കോവിദ ഊഹാപോഹപടു സിദ്ധ മന്ത്രോജാനാദി ജാതകം എന്നാണ് പ്രമാണം. ഹോരാശാസ്ത്രജ്ഞാനം, ഗണിതത്തിൽ പ്രാഗൽഭ്യം, ഊഹം അനുമാനിക്കൽ, ആപോഹം നിർണയിക്കൽ എന്നിവയിൽ സാമർഥ്യം, അന്തർദർശന ശക്തി, ഇനിഷ്യേറ്റീവ് പവർ, മന്ത്രസിദ്ധി എന്നിവയൊക്കെ ഉള്ളവനായിരിക്കണം ജ്യോത്സ്യൻ. ഇങ്ങനെയുള്ളവർ ഗുരുവിനെയും ഈശ്വരനെയും ഭക്തിപൂർവം ധ്യാനിച്ചുകൊണ്ട് പറയുന്നത് സത്യമായി ഭവിക്കും. ഇന്ന് എത്ര ജ്യോത്സ്യന്മാരുണ്ട് ഈ ഗുണങ്ങൾ തികഞ്ഞവരായി? അവരുടെ പ്രവചനം ഫലിക്കാതെ വരുന്നത് ജ്യോതിഷശാസ്ത്രത്തിൻ്റെ തെറ്റുകൊണ്ടാണെന്ന് എങ്ങനെ പറയുവാൻ കഴിയും? അങ്ങനെയെങ്കിൽ എല്ലാ ശാസ്ത്രശാഖകൾക്കും ഈ കുറവുണ്ടെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. ഒരു ഡോക്ടറുടെ ചികിത്സ കൊണ്ട് രോഗം ഭേദമാകാതെ വരുന്നതോ രോഗി മരിക്കുന്നതോ വൈദ്യശാസ്ത്രത്തിൻ്റെ പരാജയത്തെയാണോ കാണിക്കുന്നത്? കാലാവസ്ഥാ പ്രവചനങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നത് ക്ലൈമറ്റോളജിയുടെ പരാജയത്തെയാണോ കാണിക്കുന്നത്? ഒരു ബഹിരാകാശ വാഹനം കടലിൽ തകർന്നു വീണാൽ അത് സ്പേസ് സയൻസിൻ്റെ പരാജയമെന്ന് പറയാമോ? ഇത്തരത്തിലുള്ള പരാജയങ്ങൾ ജ്യോതിഷത്തിൽ സംഭവിക്കുമ്പോൾ മാത്രം അത് ആ ശാസ്ത്രത്തിൻ്റെ പരാജയമെന്ന് വിലയിരുത്തുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ വിലയിരുത്തലുകൾ, അതിൻ്റേതായിട്ടുള്ള ഹോരാശാസ്ത്രങ്ങൾ, ഗണിതങ്ങൾ, ഊഹം അനുമാനിക്കലും ആപോഹം നിർണയിക്കലും അതിലുള്ള സാമർഥ്യവും അന്തർദർശന ശക്തിയും മന്ത്രസിദ്ധിയും ഒക്കെ ഈശ്വരന് അർപ്പിച്ച് ഭക്തിപൂർവം ഉള്ള ഒരാളായിരിക്കണം. എന്നാൽ അതിൽ പിഴവ് വരികയില്ല. അതാണ് അതിൻ്റെ സത്യം. ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു.